നൈറ്റിക്കും കുർത്തിക്കും ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ട നമുക്ക് ക്യാൻവാസാണ് വേണ്ടത്. ഇങ്ങനെ ക്യാൻവാസ് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിക്കോളൂ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ച് കാണണം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ക്യാൻവാസ് മടക്കി വെച്ച ശേഷം 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് 4 ഇഞ്ച് കേട്ടോ. ശ്രദ്ധിച്ചോളൂ, 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 4 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം. ഓക്കെ, ക്യാൻവാസ് നമ്മൾ എടുത്തിരിക്കുന്നത് 18 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 12 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മടക്കി വെച്ചിരിക്കുന്നതാണേ. അപ്പോൾ അതേ 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 4 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് ഒരു ബോക്സ് വരച്ചിട്ട് ഒരു യു നെക്ക് വരച്ചു. ഇനി നമുക്കിതിൽ എന്താ ചെയ്യുന്നത് കണ്ടോളൂ. എക്സാക്ട്ലി നമുക്ക് 1 ഇഞ്ചിൽ ചുറ്റും ഒരു ബോർഡർ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ബോർഡർ മാർക്ക് ചെയ്ത ശേഷം ആ ബോർഡറിൽ നമ്മൾ 1 എന്ന് എഴുതുക. കാരണം ഇതിൽ നമുക്ക് 3 ബോർഡർ പോലെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇതിപ്പോൾ 1 എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ദേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ 1, 2, 3 ഞാൻ 3 ഉണ്ട്. അത് 3 വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നെക്ക് ചെയ്യുന്നത്. ഇനി 1.5 ഇഞ്ച് ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം 1 ഇഞ്ച് ഇട്ടല്ലോ ഇത്. ഇനി 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചുറ്റൊരു ബോർഡർ പോലെ വരയ്ക്കുക. അതിൽ നമ്മൾ നമ്പർ 2 എന്ന് എഴുതി വയ്ക്കാം. 2 എന്ന് എഴുതി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരച്ച ശേഷം 2 എന്ന് എഴുതി വയ്ക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തെടുക്കാം പുറത്ത്. അതിന് നമുക്ക് 3 എന്ന് മെൻഷൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ 3 ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 1, 2, 3. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം 3ൻ്റെ അത് ഭാഗത്തുള്ള അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ശേഷം അതെ ഈ 3നെ മൊത്തത്തിൽ 3ൻ്റെ പീസ് അതിൻ്റെ പുറത്തുള്ള പീസ് കളഞ്ഞിട്ട് 3 കട്ട് ചെയ്തെടുത്തു. ഇനി 2 കട്ട് ചെയ്തെടുത്തു. 1 വന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട, ബ്രിഡ്ജ് പോലെ വെക്കണമെങ്കിൽ കഴുത്തകലൊന്നും വരാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1, 2, 3 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്പർ 3 എടുത്തിട്ട് നമ്മൾ ഇതുപോലൊരു തുണിയിൽ ഒട്ടിച്ച ശേഷം ഇങ്ങനെ മടക്കി അടിച്ച് കൊണ്ടുവരിക. ഓക്കെ, നമ്പർ 3ലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മടക്കി അടിച്ച് കൊണ്ടുവരിക. അതിന് ശേഷം നമ്പർ 1 എടുത്തിട്ടുണ്ട്. നമ്പർ 1 നമ്മൾ ഇതുപോലെ ഒന്ന് ക്യാൻവാസ് ഒട്ടിച്ച ശേഷം തുണിയിൽ ഒട്ടിച്ചിട്ട് അതും കൂടി അറ്റം മടക്കി അടിക്കുക. നമ്പർ 1, നമ്പർ 3 ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു കണ്ടോ, ഇങ്ങനെ നമ്മൾ വള്ളി പോലെ ഒന്ന് ഉണ്ടാക്കാം. നമ്മൾ ഉടുപ്പിനൊക്കെ നമ്മൾ വള്ളി അടിക്കില്ലേ, അതുപോലെ നമ്മൾ അടിച്ചിട്ട് ഒരു 3 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ആ നീളത്തിൽ നമ്മൾ ഉടുപ്പിന് വള്ളി വെക്കില്ലേ, അതുപോലെ അടിച്ചിട്ട് ഉള്ളിലോട്ടേക്ക് തിരിച്ചിടാം റിബൺ പോലെ. എന്നിട്ട് 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉടുപ്പിൽ ബാക്ക് കെട്ടാനായിട്ട് റിബൺ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ 3 ഇഞ്ച് ആണ്. അപ്പോൾ നമ്മളത് നടുക്ക് അങ്ങനെ 3 ഇഞ്ച് കട്ട് ചെയ്ത ശേഷം നടുക്കൊരു നൂല് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുത്തിട്ട് അപ്പോൾ ബോ പോലെ കിട്ടും. ഇനി നമുക്ക് കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെ അല്ലെങ്കിൽ നൈറ്റിയുടെ നല്ല വശത്തിൻ്റെ മേലെ വെച്ച ശേഷം ചുറ്റും ഒന്ന് പതിച്ചടിക്കുക കേട്ടോ. ചുറ്റും ഒന്ന് അടിച്ച ശേഷം ക്യാൻവാസിനെ തിരിച്ചിടാം. ക്യാൻവാസിനോട് ചേർത്ത് വെച്ച് അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ സ്റ്റിച്ചിങ് ആകുമ്പോൾ നമുക്കത് എന്താ പറയുക, ഒരുപാട് ലെങ്ത്താവും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ക്ലിയറായിട്ട് ഇതാക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തയ്ച്ച ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് ക്യാൻവാസ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഉള്ളിലോട്ട് മറിച്ചിട്ടിട്ട് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് പതിച്ചടിച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിക്കോളും. ഇനി നമുക്ക് നമ്പർ ഇത് നമുക്ക് 2 ആണ് കേട്ടോ. 2 എടുത്തിട്ടുണ്ട്. 1 നമ്മൾ ഓൾറെഡി തുണിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. 2 നമ്മൾ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ 2 എടുത്ത ശേഷം ഒരു ന്യൂസ് പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റ് കഴുത്തിൻ്റെ അകലം കറക്റ്റ് ആയിരിക്കണം. ന്യൂസ് പേപ്പറോ A4 സൈസ് പേപ്പറോ വെച്ച ശേഷം അതിൻ്റെ ആ ഉൾവശവും അതിൻ്റെ എൻഡ് വശവും ക്യാൻവാസിൻ്റെ ആ ഉൾവശവും പുറവശവും, അതായത് ആ ഷേപ്പ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ നമുക്ക് ആ ഉള്ളിലെ യുവും പുറത്തെ യുവും നമ്മൾ വരച്ചെടുക്കുക പേപ്പറിൽ കേട്ടോ. ഇത് നമ്പർ 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഏതായിരുന്നു, നമ്പർ 3 ആണ്. ഇപ്പോൾ നമ്പർ 2 നമ്മൾ വരച്ചെടുത്ത ശേഷം ക്യാൻവാസിനെ മാറ്റിക്കളയുക. ഒരു ന്യൂസ് പേപ്പറിൽ വരച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ 3 ഇഞ്ച് വരുന്ന ബോയിൽ മുകളിലും താഴെയും
എക്സ്ട്രാ തയ്യൽ തുമ്പ് വരത്തക്ക രീതിയിൽ, അതായത് തള്ളി വെക്കുക. മേൽവശം 3 ഇഞ്ചാണല്ലോ, നമ്മളത് ശരിക്കും പറഞ്ഞാൽ 1.5 ഇഞ്ചേ ഉള്ളൂ. പക്ഷേ മേൽവശത്തേക്കും താഴ്വശത്തേക്കും കൂടി ബാക്കി എക്സ്ട്രാ വരത്തക്ക രീതിയിൽ വെച്ച ശേഷം ആ ലൈനിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ ബോ പോലെ കട്ട് ചെയ്ത പീസ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ വരയിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലും താഴ്വശത്തേക്കും തള്ളി നിൽക്കേണ്ട ഈ ഒരു ബോ പോലത്തെ സംഭവം. ആ ന്യൂസ് പേപ്പർ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ വര ഉണ്ടാവുമല്ലോ, ഈ നമ്മൾ ആ വര ക്യാൻവാസിന് ആ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അടിയത്തെ വര, അവിടെ കറക്റ്റ് അവിടെയായിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ ആ ക്യാൻവാസ് പേപ്പറിൽ വെച്ചപ്പോൾ അടിയിലും യു കൊടുത്തു, മേളിലും യു കൊടുത്തു. ആ അടിയത്തെ യുവിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു നൈറ്റിയാണെങ്കിൽ നൈറ്റി, കുർത്തിയാണ് കുർത്തി, ആ പീസ് വെച്ചിട്ട് തയ്ച്ച് കൊടുത്തത്. എന്നിട്ട് മേൽവശത്തെ ആ യുവിൻ്റെ അവിടെ നിന്ന് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. തയ്യൽ തുമ്പ് കളഞ്ഞിട്ടില്ല, എക്സാക്ട്ലി ആ മേൽവശത്ത് വരച്ചിട്ടുണ്ട്. ആ വരയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് നമ്പർ 1 ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമുക്ക് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1ലാണ് ആദ്യത്തെ നമ്മൾ ക്യാൻവാസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനോട് കൂടെ തന്നെ ഒരു തുണി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേത് കണ്ടല്ലോ, അതിനോട് ചേർന്നൊരു തുണി, പക്ഷേ 1/4 ഇഞ്ച് വിട്ട് കൂടുതലുള്ള എടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചാണ് അടിക്കേണ്ടത്. ഇങ്ങനെ 2 തുണി ചേർത്ത് വെച്ച് അടിക്കണം. പക്ഷെ നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിച്ച തുണിയുടെ അടിയിലത്തെ തുണി എന്ന് പറയുന്നത് കണ്ടോളൂ, ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അടിച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. കഴുത്തടിച്ച ശേഷം നമ്മൾ മറിച്ചിടുക, ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാൻവാസിനെ ഉള്ളിലോട്ടേക്ക് തിരിച്ചിടുക. എന്നിട്ട് നമുക്കൊന്ന് ഇങ്ങനെ വെച്ച ശേഷം ഒന്ന് നമുക്ക് ആ തുമ്പ് വശം ഒന്ന് പതിച്ചടിക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. ഇപ്പം നമ്മൾ പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ, ആദ്യത്തെ തുണിക്ക് നമ്മൾ ക്യാൻവാസ് എടുത്തതിൽ നിന്നും 1/4 ഇഞ്ച് കൂടുതലെടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ മറിച്ചിട്ടല്ലോ, നമ്മൾ തുണിയുടെ മേലെ ക്യാൻവാസ് വെച്ചു, എന്നിട്ട് തിരിച്ച് അടിച്ച് മറിച്ചിട്ടു. ആ എക്സ്ട്രാ ഈ തുണിയുണ്ട്, അത് നമ്മളൊന്ന് മടക്കി വെക്കുക. ഈ ഒരു അളവിൽ ക്യാൻവാസിൻ്റെ അളവിലോട്ട് ഇതൊന്ന് മടക്കി വെച്ച ശേഷം മടക്കി വെച്ചിട്ട് അതും കൂടി ഒന്ന് തയ്ച്ച് കൊണ്ടുവരാം. കണ്ടോ, ഇത് കണ്ടോ, ഇത്രയും എക്സ്ട്രാ അടുത്ത തുണിയുണ്ട്. നമ്മൾ 1/4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്പർ 1 നമ്മൾ തുണി ഒട്ടിച്ച് കൊടുത്ത് തുണി മടക്കിയെടുത്തു, ക്യാൻവാസ് മടക്കി അടിച്ചു. അതിൽ കാട്ടും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ആണ് അതിൻ്റെ ബാക്കിലുള്ള തുണി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മടക്കി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇത് കഴുത്തിൽ കൊണ്ട് വെച്ച് കൊടുക്കാം. കഴുത്തിൻ്റെ തുമ്പുവശത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനെ നേരെ നമ്മുടെ പീസ് എടുക്കുന്നു. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അതങ്ങനെ തുറന്നിട്ട് അത് ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ പോകണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുത്താൽ നമ്മുടെ കഴുത്ത് റെഡിയാവും. അപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആ ന്യൂസ് പേപ്പറൊക്കെ മെല്ലെ എടുത്ത് കളയുക. തയ്യലൊന്നും വിട്ടു പോവില്ല. തയ്യൽ അങ്ങനെയൊന്നും പെട്ടെന്ന് വിട്ടുപോലും. ഒരു തയ്യൽ പോകുന്നെങ്കിൽ എന്തോരം നമ്മൾ അയച്ചെടുക്കാൻ പ്രയാസമാണ് അല്ലേ. അപ്പോൾ പിന്നെ ആ തയ്യൽ എങ്ങനെ വിട്ടുപോകുന്ന ഒരിക്കലും വിട്ടുപോകില്ല. നമ്മളത് പേപ്പറെല്ലാം മാറ്റിയ ശേഷം ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് കൂടി കാണിച്ചു തരാം. നമുക്കിങ്ങനെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ പേൾസൊക്കെ വെച്ച് കൊടുക്കണം. ആ ഒരു ബോയിൻ്റെ നടുക്ക് എല്ലാത്തിനും നടുക്ക് സൂചി നൂലും വെച്ചിട്ട് പേൾസ് വെച്ച് കൊടുക്കണം. അതൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ അതേ ഞാൻ എല്ലാത്തിനും നടുക്ക് പേഴ്സോട് വെച്ച് കൊടുത്തപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. കുർത്തിക്ക് നൈറ്റിക്കൊക്കെ സൂപ്പർ ആയിരിക്കും കേട്ടോ.